വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു 150 ടോപ്പിക്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡ് ടോപ്പിക്സ് ആണ് നമ്മൾ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു സ്മാർട്ട് വർക്കിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എർത്തിന്റെ കുറച്ച് ബേസിക് ഫാക്ട്സ്, എസ്പെഷ്യലി ദ സ്ട്രക്ചർ ഓഫ് എർത്ത്. അപ്പോൾ എർത്തിന്റെ ഈ സ്ട്രക്ചറിനെ കുറിച്ച് ഇതിന് മുൻ വർഷങ്ങളിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ SCRT പുസ്തകത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഒട്ടും വിട്ടുകളയാതെ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. +2 ലെവൽ എക്സാമിനേഷൻ എഴുതുന്നവർക്കും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതുന്നവർക്കും അതുപോലെ തന്നെ LDCയുടെ എക്സാമിനേഷനും ഒക്കെ സിലബസിൽ വ്യക്തമായിട്ട് ജോഗ്രഫിയുടേതായിട്ട് എടുത്തു തന്നിട്ടുള്ളൊരു ഭാഗമാണിത്. LGSന് പ്രത്യേകിച്ച് സിലബസിൽ തന്നിട്ടില്ല എങ്കിലും LGSകാരും ഒന്ന് പഠിച്ചു വെച്ചോളൂ. വേറൊന്നും കൊണ്ടല്ല, SCRT പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. SCRT പുസ്തകത്തിൽ നിന്നുള്ള ഒരു പാർട്ടായതുകൊണ്ട് ഇത് നിങ്ങളും അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ LDCയുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയും കൂടി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മൺഡേ തൊട്ട് ആരും ജോയിൻ ചെയ്യേണ്ട, കാരണം ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും എനിക്കും അതുപോലെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് ഇപ്പം ഈ ആഴ്ച, അതായത് ഈ ഒരു സാറ്റർഡേ വരെ നിങ്ങൾക്ക് മാക്സിമം ജോയിൻ ചെയ്യാം. ഓക്കെ, അതായത് നാളെ വരെ ജോയിൻ ചെയ്യാം. മൺഡേ തൊട്ട് ആരും ജോയിൻ ചെയ്യേണ്ട കേട്ടോ. പിന്നെ LDCയുടെ ക്രാഷ് കോഴ്സ് മെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ടോപ്പിക്കിൻ്റെ എണ്ണം കൂടും പഠിക്കാനായിട്ട്. ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവത്തുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവർ 6238948911 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് LDC എൻക്വയറി എന്ന് ചോദിച്ചാൽ മതി. അതുപോലെ LGSന്റെ ക്രാഷ് കോഴ്സ് വരുന്ന മൺഡേ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെയിം നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് LGS എൻക്വയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നതാവും. ഒരുപക്ഷെ ഉടനെ റിപ്ലൈ കിട്ടണമെന്നില്ല. കഴിഞ്ഞ വീക്കിൽ എൻ്റെ ഫോൺ വീണ്ടും കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ കിട്ടിക്കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റിപ്ലൈ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാ? എർത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്രസ്റ്റ്, മാന്റിൽ, കോറ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തായിട്ട് പഠിച്ചിട്ടില്ലേ? ആ സെയിം സാധനമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവനയായിട്ടും അല്ലാതെയൊക്കെ PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഏരിയയാണ്. സോ നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഭൂമിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? താപവും കൂടും, മർദ്ദവും കൂടും. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറുമുള്ള ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം. അപ്പം ഈ ഒരു പോയിന്റ് ഓർക്കണം എപ്പോഴും. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1537 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഇരുമ്പ് പോലും ഉരുങ്ങി തുടങ്ങുമെന്ന് നമുക്കറിയാം, അല്ലെ? ഇനിയാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ചില വസ്തുക്കളുണ്ട്, അല്ലെ? അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന ചില വസ്തുക്കളിൽ നിന്നും നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ പ്രസ്താവനയായിട്ട് തരാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നൊക്കെ ചോദിച്ചു തരാം. അപ്പൊ ഈ 3 പോയിന്റ് അറിഞ്ഞു വെക്കണം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാം. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാം. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നോക്കിയേ. അപ്പൊ ഇവിടെ ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഭൂമിയുടെ അതിനെ വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നതിന്റെ ചിത്രമാണ്. ഇതില് ഭൂമിയുടെ ഏറ്റവും പുറമേയിൽ കാണപ്പെടുന്ന ഈ പാളിയെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ഭൂവൽക്കം എന്ന് പറയാം. അതായത് സമുദ്രവും കരഭാഗവും ഒക്കെ ചേർന്നിരിക്കുന്ന ഈ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ഏരിയ നമ്മൾ എന്ത് വിളിക്കും?
ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും വെളിയിലുള്ള പുറന്തോടിനെ നമുക്ക് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയാം. ഇനി ഈ ക്രസ്റ്റിനും ഏറ്റവും ഇന്നർ ഭാഗത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ആ ഒരു ലെയറിനെ നമ്മൾ എന്ത് വിളിക്കും? മാന്റിൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഏറ്റവും അകത്ത ഭാഗത്തെ കോർ എന്ന് വിളിക്കാം. കോറിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പുറക്കാമ്പ് എന്നും അകക്കാമ്പ് എന്നും. അതായത് ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും കോറിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുക, ഭൂമിയുടെ ഉള്ളറയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ക്രസ്റ്റ്, മാന്റിൽ, കോർ. അല്ലെങ്കിൽ എന്ത് പറയും? ഭൂവൽക്കം, മാന്റില്, കാമ്പ് എന്നിങ്ങനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. കാമ്പിനെ നമ്മൾ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ്? ഇന്നർ കാമ്പ് ആൻഡ് ഔട്ടർ കാമ്പ് അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പാളിയുടെയും എന്താ പറയുക സ്വഭാവം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കിനി അതിലേക്ക് പോകാം. അതായത് ഓരോന്നിന്റെയും പ്രത്യേകതയുണ്ട്. അത് PSC നമ്മളോട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഭൂവൽക്കം. ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടിനെയാണ് എന്ത് വിളിക്കുക? ഭൂവൽക്കം എന്ന് പറയുന്നത് അല്ലെ? ഭൂമിയുടെ താരതമ്യേന നമ്മൾ പറഞ്ഞു പുറന്തോടാണ്. അപ്പൊ ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടിനെ എന്ത് വിളിക്കും? ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 40 കിലോമീറ്റർ ആണ്. ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അപ്പൊ ഇത്രയും പെട്ടെന്ന് പഠിച്ചേ ഭൂവൽക്കം അല്ലെ? ഭൂമിയുടെ താരതമ്യേന പുറന്തോടാണ്, അതായത് ഏറ്റവും പുറത്തെ പുറന്തോടാണ്. ഇതിന് ഏതാണ്ട് 40 കിലോമീറ്റർ കനം കാണും. അതുപോലെ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. ഓർത്തു വയ്ക്കുക, വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. ആ പേരിൽ നിന്ന് നമുക്ക് പഠിക്കാം സിലിക്ക, അലൂമിനിയ അല്ലെ? സിലിക്കയും അലൂമിനിയയും പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന വൻകര ഭൂവൽക്കത്തെ എന്ത് വിളിക്കും? സിയാൽ എന്ന് വിളിക്കും. സിലിക്കയും മഗ്നീഷ്യവും എന്നീ 2 ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ നമുക്ക് എന്ത് വിളിക്കും? സിമ എന്ന് വിളിക്കാം. SI സിലിക്ക, MA മാഗ്നീഷ്യം. സിമ സമുദ്രം അല്ലെ? സമുദ്ര ഭൂവൽക്കം. സിയാൽ എന്താണ്? വൻകര ഭൂവൽക്കം. സിയാലിനകത്ത് സിലിക്കയും അലൂമിനിയയും. PSCക്ക് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, സമുദ്ര ഭൂവൽക്കത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ അല്ലെങ്കിൽ വൻകര ഭൂവൽക്കത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ എന്നിങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നിന്നുള്ള ആൻസർ ചെയ്തോണം, വിട്ടുകളയരുത്. അടുത്തത് മാന്റിൽ. ഭൂവൽക്കത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്കം ഏറ്റവും പുറത്തെ പുറന്തോട് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഈ ക്രസ്റ്റിന് അല്ലെങ്കിൽ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മാന്റിൽ. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ. നമ്മൾ പറഞ്ഞു ഏതാണ്ട് 40 കിലോമീറ്റർ കനത്തിലാണ് ഭൂവൽക്കം ഉള്ളത്. അപ്പൊ ഈ ഭൂവൽക്കം മുതൽ 2900 കിലോമീറ്റർ താഴത്തേക്ക് ഉള്ളതാണ് ഇത് മാന്റിലിന്റെ ഭാഗം. മാന്റിലിന് 2 ഭാഗങ്ങളുണ്ട്. അതാണ് ഇത് ഉപരിമാന്റിലും അധോമാന്റിലും. ഓക്കെ, ഉപരിമാന്റിലും അധോമാന്റിലും. ഇനി ഉപരിമാന്റിൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. അപ്പൊ നമ്മുടെ ഉപരിമാന്റിൽ എപ്പോഴും എന്താണ്? ഖരാവസ്ഥയിലായിരിക്കും. ഈ പാളി നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ്. അധോമാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരിമാന്റിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രവാവസ്ഥയിലാണ്. മാന്റിലിന് 2 ഭാഗങ്ങൾ ഉപരിമാന്റിലും അധോമാന്റിലുമുണ്ട്. ഉപരിമാന്റിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അധോമാന്റിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ഉപരിമാന്റിലിന് താഴെയാണ്. ഉപരിമാന്റിലെ ഖരാവസ്ഥയിലാണ്. എന്നാൽ അധോമാന്റിൽ എന്താണ്? അർദ്ധദ്രവാവസ്ഥയിലാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്തത് കാമ്പ്. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ് അല്ലെങ്കിൽ കോറ്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് എന്ത് കാണപ്പെടുന്നത്? കാമ്പ് കാണപ്പെടുന്നത്. കാമ്പിനും 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പും അകക്കാമ്പും അല്ലെങ്കിൽ ഔട്ടർ കാമ്പും ഇന്നർ കാമ്പും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. അപ്പൊ പുറക്കാമ്പിൽ കാണപ്പെടുന്ന എന്താണ്? പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും നിക്കൽ, ഇരുമ്പ്, നിക്കൽ Ni, ഇരുമ്പ് Fe എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നു. അപ്പൊ കാമ്പ് അറിയപ്പെടുന്നതാണ് നിഫെ. നിക്കലും പിന്നെന്താണ്? ഇരുമ്പുമാണ്. ഈ 2 ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? നിഫെ എന്ന പേരിലാണ്. ക്രസ്റ്റ് എന്താണ്, മാന്റിൽ എന്താണ്, കോർ എന്താണ്, അതിന്റെ സബ് ഡിവിഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
സിമ, സിയാല്, നിഫെ ഈ ടേംസ് ഒക്കെ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് PSC മുൻ വർഷങ്ങളിൽ ഒബ്ജക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. PSCക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്